അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച 60 കിലോ വെള്ളിക്കട്ടികൾ കാണാനില്ല. വലിയ വാർത്തയാണ്. രാംലല്ല എന്ന് പറഞ്ഞ് അയോധ്യയുടെ ഇനാഗുറേഷനൊക്കെ പ്രധാനമന്ത്രി നടത്തിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. വളരെയധികം സംഭാവനകൾ ലഭിച്ച ഒരു സ്ഥലം തന്നെയാണ് അയോധ്യ ക്ഷേത്രം. അപ്പോൾ അവിടെ ജൂവലറി അസോസിയേഷൻ പ്രസിഡൻ്റായ അനുരാഗ് റസ്തോഗി എന്ന ആൾ അവരുടെ സുഹൃത്തുക്കളും കൂടി 60 കിലോ വെള്ളിക്കട്ടി കൊടുത്തു. അതിന് ഏകദേശം ഇപ്പോൾ 2 കോടി രൂപയുടെ വില വരും. ആ വെള്ളിക്കട്ടി ക്ഷേത്രത്തിലെ സംഭാവനയായിട്ട് കൊടുത്തു. ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പണികൾക്ക് വേണ്ടി വിറ്റ് പൈസ ആക്കുന്നതിനൊന്നും അവർക്ക് തടസ്സമില്ല. ജൂവലറി അസോസിയേഷൻ പ്രസിഡൻറ്റ് 60 കിലോ കട്ടിയാണ് വെള്ളിക്കട്ടിയോടെ കൊടുത്തത്. പക്ഷേ ആ രാംലല്ല പണിയുന്ന സന്ദർഭത്തിൽ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ പണം ഉപയോഗിച്ചായിട്ടും കണ്ടില്ല. അതിൻ്റെ പണി തുടങ്ങിയപ്പോഴൊക്കെ അവിടെ വന്ന് സന്ദർശിച്ച് ഇതെല്ലാം അന്വേഷിക്കുമെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അത് എവിടെയെങ്കിലും വിറ്റതായിട്ടോ അവിടെ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചായിട്ടോ ഒന്നും കണ്ടില്ല. അതിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഇവർ വന്ന് വീണ്ടും പരിശോധിച്ചപ്പോഴും ഇത് അക്കൗണ്ട് ചെയ്തതായിട്ട് കണ്ടില്ല. അത് അവിടുത്തെ കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെ 4 പുരോഹിതന്മാരാണ് ഇങ്ങനെ ലഭിക്കുന്ന ഈ സംഭാവനകൾ മുഴുവൻ പരിശോധിക്കുന്നു. അതിൻ്റെ കസ്റ്റോഡിയൻ കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ SIT അവിടെ രൂപീകരിച്ചിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ സംഭാവനകൾ ആ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം 2 കോടിയുടെ സ്വർണ്ണക്കട്ടി കാണാനില്ല, അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം തന്നെ ആ ഉത്തർപ്രദേശ് ഗവൺമെൻറ് എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഇവരെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാംലല്ലയ്ക്ക് നമുക്കറിയാം, അത് പൊതുവേ നമ്മൾ കാണുമ്പോൾ സ്വർണ്ണ നിറമാണ്. ധാരാളം സംഭാവനകൾ സ്വർണ്ണത്തെയായിട്ടും വെള്ളിയായിട്ടും പണമായിട്ടും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായ കണക്കുകളുണ്ടാവുമെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ സംഭാവന കൊടുത്തിട്ട് പലരും അതിൻ്റെ പുറകെ പോകാറില്ല. കാരണം രാംലല്ലയുടെ മുമ്പിൽ വന്നിച്ച് അവിടെ അവരെല്ലാം പ്രാർത്ഥിച്ചു പോകുന്നവരാണ്. എന്തു വേണമെങ്കിലും അവർ കൊടുക്കും. അങ്ങനെ കൊടുത്തതിനകത്ത് ഒരു കണക്ക് ഇതുവരെ കണ്ടില്ല ഇവർ നോക്കിയപ്പം. പലർക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. പലരും ഇതുപോലെ സംഭാവന കൊടുത്തിട്ടുണ്ടാകും. സ്വർണ്ണമായിട്ടും വെള്ളിയായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, ഡയമണ്ടായിട്ടും കൊടുത്തിട്ടുണ്ടാവും, പണമായിട്ടും കൊടുത്താകും. അതിനൊക്കെ കൃത്യമായ ഒരു കണക്കവിടെ ഉണ്ടാവുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 60 കിലോ വെള്ളിക്കട്ടി അടിച്ചു മാറ്റിയിരിക്കുന്നതായിട്ടാണ് ഇപ്പം വരുന്നത്. അതിൻ്റെ കസ്റ്റോഡിയന്മാരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സംഭാവനകൾ അടിച്ചു മാറ്റി എന്നുള്ള വാർത്തകൾ വരുമെന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ, സ്വർണം എവിടെ വച്ചാലും സ്വർണവും ക്യാഷും അതെല്ലാം നഷ്ടപ്പെടുന്നത്. നമ്മുടെ അമ്പലങ്ങളിലില്ല, ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെയുള്ള സംഭാവന ലഭിച്ച വലിയ അധികം വിലപിടിപ്പുള്ള സ്വർണ്ണക്കട്ടികളും അതുപോലെ തന്നെ വെള്ളിക്കട്ടികളും ഡയമണ്ടും ഒക്കെ മോഷണം പോകുന്ന എല്ലാ വലിയ അമ്പലങ്ങളിൽ നിന്നൊക്കെ മോഷണം സർവ്വസാധാരണമാണ് ഇന്ത്യയിൽ. നമ്മൾക്ക് നമ്മുടെ ശബരിമലയിലെ കേസ് നമുക്കറിയാം. സ്വർണ്ണങ്ങളുടെ സർക്കാരിൻ്റെ നോമിനിയായിട്ട് വരുന്ന പ്രസിഡന്റുമാരും അവരുടെ ചിങ്കിടികളും ചേർന്ന് അടിച്ചു മാറ്റുന്നത് കാണുന്നത്. ഏതൊക്കെ വിധത്തിലാണ് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ആ സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു. ധാരാളം കുറേ അധികം പേരുടെ കേസുകളും കാണുന്നുണ്ട്. പക്ഷേ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ അവിടെ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റുന്നവർ അവർക്കൊന്നും ആ ഭഗവാനോട് സ്നേഹമുണ്ടെന്നോ അവർക്കൊരു വിശ്വാസം ഉണ്ടെന്നോ എനിക്ക് തോന്നണില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് നമ്മൾ സംഭാവനയായി അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഈ ആഭരണങ്ങൾ, ഗോൾഡുകൾ, ഇതൊക്കെ എങ്ങനെയാണ് അടിച്ചു മാറ്റാൻ കഴിയുക? അത് ഇനിയെങ്കിലും ഇത് സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ഇത് വിറ്റ് ആ പള്ളിക്ക് അല്ലെങ്കിൽ ആ അമ്പല കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ആ ട്രസ്റ്റിയോ അത് വിറ്റ് പണം സ്വരൂപിച്ചിട്ട് അവിടെ തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കുകയും അത് തന്നെയല്ല അവിടെ വരുന്നവർക്ക് താമസിക്കാനും ആ അമ്പലത്തിലൊക്കെ വരുന്നതിനുള്ള ഫ്ലാറ്റുകൾ പണിത് കൊടുക്കുന്നതിനും അതിനൊക്കെ വിനിയോഗിക്കുക ഈ പണമല്ല. അതുകൊണ്ട് അതവിടെ വെച്ച് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര ഭക്തരായാലും ശരി പതുക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലുള്ള സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. സ്വർണ്ണവും വെള്ളിയൊന്നും അവിടെ വെച്ച കാണില്ല. അത് എത്ര ഭക്തിയുള്ളവരായാലും ശരി
പൂജാരികൾ ഉൾപ്പെടെയുള്ളവരും ചേർന്ന് അടിച്ചു മാറ്റുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശബരിമലയിൽ നിന്നൊക്കെ പോയി ഇതുപോലെ തൂത്ത് പിറക്കിക്കൊണ്ട് പോകുമെന്ന് ഒരിക്കലും ഇവിടെയുള്ള ഭക്തജനങ്ങളാരും കരുതിയിട്ടില്ല. കാരണം അത്ര വിശ്വാസമുണ്ട് ശബരിമല അയ്യപ്പനോട്. അതുകൊണ്ട് ഇപ്പോഴത്തെ രാംലല്ലയിലുള്ള മോഷണവും ആ രീതിയിൽ അവിടുന്ന് 60 കിലോ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എത്രായിരം കോടി രൂപയുടെ ഒരു മോണുമെൻ്റാണത്. അവിടെ ധാരാളമായിട്ട് ലഭിച്ച സംഭാവനകൾ മുഴുവൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് എത്രത്തോളം അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇനി റെക്കോർഡ് ചെയ്യാതെ എത്ര കിടക്കുന്നു, അതുപോലെ മല പോലെ അവിടെ കൂമ്പാരമായിട്ട് സംഭാവനകൾ പലതും ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്.